ഹലോ, ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഉണക്കമീൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. വെയിലൊന്നും കൊള്ളിക്കാതെയാണ് ഈ ഉണക്കമീൻ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഒരു വർഷത്തോളം ഇത് കേടുകൂടാതെ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ വെയിൽ കൊള്ളിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കിത് മഴക്കാലത്തും വീട്ടിലുണ്ടാക്കാം. വീട്ടിലുണ്ടാക്കിയ ഉണക്കമീൻ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. അല്ലാത്തത് പുറത്തുനിന്ന് വാങ്ങുന്നത് വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുമ്പ് ഒരുപാട് ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉണക്കമീൻ നമുക്ക് നല്ല വൃത്തിയോടുകൂടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അതും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ വില കുറഞ്ഞ സമയത്ത് മീനിനൊക്കെ വില കുറഞ്ഞ സമയത്ത് ഒരുപാട് മീൻ കിട്ടൂലേ. ആ ഒരു സമയത്ത് ഉണക്കമീൻ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു വർഷത്തോളം നമുക്ക് ഉണക്കമീൻ കഴിക്കാം ചെറിയ വിലക്ക്. മറ്റേ നമ്മൾ ഉണക്കമീനൊക്കെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണമല്ലോ, പിന്നെ വിശ്വസിച്ച് കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ അയലയാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ 100 രൂപക്കൊക്കെ 1.5 കിലോ അയലൊക്കെ കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഉണക്കമീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് നീളത്തിൽ അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഉള്ളിലെ വേസ്റ്റും ചകിളപ്പൂക്കളും ഇതുപോലെ കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പച്ചമീനൊക്കെ കറി വെക്കാൻ വേണ്ടി വൃത്തിയാക്കൂലേ, അതുപോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. പക്ഷെ നമുക്ക് പുറത്തുനിന്നൊക്കെ ഉണക്കമീൻ ഇതുപോലെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ വാലൊന്നും കളയാതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. വയറിനുള്ളിലെ വേസ്റ്റും തലയിനുള്ളിലുള്ള ആ ഒരു ചകിളപ്പൂക്കളൊക്കെ എടുത്ത് മാറ്റിയിട്ട് മീൻ ആദ്യം നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. വാലൊക്കെ നമ്മൾ പിന്നീട് ഉണക്കമീൻ വെച്ചിട്ട് എന്തെങ്കിലും റെസിപ്പി ചെയ്യുന്ന സമയത്താണ് വാലും അതിൻ്റെ സൈഡിലുള്ള ഇതൊക്കെ മുറിച്ച് കളയുന്നത് കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് തന്നെ മുറിച്ച് കളയാം. പക്ഷെ നമുക്ക് പൊതുവേ പുറത്തുനിന്ന് കിട്ടുന്നത് ഇങ്ങനെ തലയും വാലൊക്കെ വെച്ചിട്ടാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു മൺപാത്രം എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ ഉണ്ടാക്കാൻ എപ്പോഴും ബെസ്റ്റ് മൺപാത്രമാണ് കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രമോ അലുമിനിയം ഒന്നും എടുക്കരുത്. കാരണം നമ്മൾ ഉപ്പ് വെച്ചിട്ടാണല്ലോ ഈ ഉണക്കമീൻ ഉണ്ടാക്കുക. അപ്പോൾ ഉപ്പും സ്റ്റീലും അല്ലെങ്കിൽ ഉപ്പും അലുമിനിയവും ഉപ്പും പ്ലാസ്റ്റിക്കും ഒക്കെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൺപാത്രം എടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ എന്തെങ്കിലും ബൗൾ എടുക്കുക. ഗ്ലാസും മണ്ണും വലിയ പ്രശ്നമല്ല. എന്നിട്ട് മീനിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പ് നിറച്ചിട്ട് നമുക്കിത് ആ ഒരു പാത്രത്തിലെ അടിയിൽ ഉപ്പ് നിരത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഉപ്പ് നിറച്ചിട്ട് നമുക്ക് ഈ മീൻ ഈ പാത്രത്തിൽ നിരത്തി വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഉപ്പ് വേണ്ട, കാരണം ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉപ്പായി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ നമ്മൾ പുറത്ത് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് ഒരുപാടില്ലെങ്കിലും മീൻ കേട് വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ ഇരട്ടി ഉപ്പ് എടുക്കണം കേട്ടോ. നല്ല കട്ടിയിൽ വേണം മൺപാത്രത്തിൻ്റെ അടിയിലും ഈ ഓരോ നിരയുടെ അടിയിലും ഉപ്പ് നല്ല കട്ടിയിൽ വേണം പരത്തി കൊടുക്കാൻ, എന്നാലേ കേട് വരാതെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിലായതുകൊണ്ട് ഒരുപാട് ഉപ്പ് ഇടുന്നില്ല. ഉപ്പ് നിങ്ങൾക്ക് കല്ലുപ്പോ പൊടിയുപ്പോ എടുക്കാം കേട്ടോ. ഞാനിവിടെ പകുതി കല്ലുപ്പും പകുതി പൊടിയുപ്പമാണ് എടുക്കുന്നത്. കണ്ടോ, മീനിൻ്റെ എല്ലാ വയറിങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും തലയുടെ ഭാഗത്തും ഒക്കെ ഉപ്പ് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെക്കുന്ന ഓരോ ലെയറിൻ്റെ ഇടയിലായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ താഴെ, ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ താഴെ 2 ദിവസം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തുറന്ന് നോക്കണമെങ്കിൽ നോക്കാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എടുത്തപ്പോൾ കണ്ടോ, ഇതിൽ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട്. ആ മീനിലുള്ള വെള്ളവും ഉപ്പിൻ്റെ വെള്ളമൊക്കെയാണ് കേട്ടോ ഇത്. ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞ് ഇനി നമുക്ക് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലായതുകൊണ്ട് നമുക്കിത് സേഫായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പുഴു ഒന്നും വരാതെ. പുറത്താണെങ്കിൽ നമുക്ക് പുഴു വരുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവും. പിന്നീട് ഞാനിപ്പോൾ ഇതൊരു 10 ദിവസത്തിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വെള്ളം 2 ദിവസം കഴിഞ്ഞിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ടൊരു 10 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഉണക്കമീൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ, ആ മീനിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ പോയിട്ട് അടിയിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ടോ, നല്ല പോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനി പുറത്ത് സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മീൻ എടുത്തിട്ട്, ഇതിപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് നനവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഈ മീൻ എടുത്തിട്ട് നമുക്ക്
നല്ല രീതിയിൽ 2 ദിവസം നല്ല വെയിൽ കൊള്ളിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇത് പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് ഇനി ഞാനിത് വെയിലൊന്നും കൊള്ളിക്കുന്നില്ല കേട്ടോ. വെയിൽ കൊള്ളിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ വലയോ അല്ലെങ്കിൽ തുണിയൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂച്ച എന്തെങ്കിലും അതൊക്കെ നമുക്ക് നോക്കണമല്ലോ പുറത്തിടുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണക്കുന്നൊന്നുമില്ല കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിച്ച് വെക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാനിത് ഉണക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ട് നനവൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിത് ഓരോരോ 3 എടുത്തിട്ട് ക്ലിംഗ് റാപ്പിൽ കവർ ചെയ്തിട്ടാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോന്നും അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ. എല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചൊരു പാത്രത്തിലോ കണ്ടെയ്നറിലോ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫ്രീസറിലാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പം എടുക്കുന്ന സമയത്ത് എല്ലാം തണുപ്പ് പോകാൻ വെക്കണം. അപ്പോൾ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ നഷ്ടപ്പെടും. അപ്പോൾ ഞാനിവിടെ 3 വീതം ക്ലിംഗ് റാപ്പിലാക്കിയിട്ട് ഇതുപോലൊരു കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഓരോന്നും നമുക്ക് തണുപ്പ് പോകാനൊന്നും നിൽക്കേണ്ട, അത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുമല്ലോ കവറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 വർഷത്തോളം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കാൻ താല്പര്യമില്ല, പുറത്തേക്ക് കൊടുത്തയക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ 10 ദിവസത്തിന് ശേഷം എടുത്തിട്ട് പിന്നെ നല്ല രീതിയിൽ ഉണക്കിയെടുത്താൽ മതി. നല്ല വെയിലിനനുസരിച്ചിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സാധാരണ ഉണക്കമീൻ കഴിക്കുന്ന പോലെ നമുക്ക് പുറത്ത് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഈ ഉണക്കമീൻ ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് എങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് കറി വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല ഉപ്പുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണക്കമീൻ ഇഷ്ടമുണ്ട് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണക്കമീൻ ഏതാണെന്നുള്ളത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നത് മാന്തളാണ് ഉണക്കമീൻ. എല്ലാം കിട്ടും, പക്ഷേ മാന്തളാണ് പൊതുവെ എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഉണക്കമീൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്കതിൻ്റെ ടേസ്റ്റ് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവും, കാരണം നമുക്കത് ഇഷ്ടപ്പെടാതിരിക്കാനൊരു ടേസ്റ്റ് നോക്കാതെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. അപ്പോൾ എനിക്കതിൻ്റെ ആ ഒരു ഉപ്പ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കില്ല. പക്ഷേ എൻ്റെ ബ്രദറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവന് ഇത് നമ്മളിപ്പോൾ ചിക്കനോ അതൊക്കെ ഉള്ള സമയത്ത് പോലും അവന് ഉണക്കമീൻ കൂട്ടിയിട്ട് ചോറ് കഴിക്കണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇതാ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ ആ ഉണക്കമീനിലേക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുളിവെള്ളം ചേർത്തിട്ട് നല്ല പോലെ തിളപ്പിക്കുക, കറിവേപ്പില. എന്നിട്ട് ആ മീൻ വെന്ത് വരുന്ന സമയത്ത് സാധാരണ തേങ്ങ അരച്ചിട്ട്, തേങ്ങയിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, തേങ്ങ അരച്ചൊഴിക്കുക, ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. അങ്ങനെയാണ് ഒരു നാടൻ ഉണക്കമീൻ കറി വെക്കുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഉണക്കമീൻ വെച്ച് കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ ഉണക്കമീൻ പൊരിക്കുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. സാധാരണ മീൻ മസാല പുരട്ടുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ് ചേർക്കണ്ടല്ലോ, അങ്ങനെ മസാല പുരട്ടി പൊരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മാന്തളൊക്കെ കറി വെക്കുന്നത് അങ്ങനെ അധികം കോമൺ അല്ല, എന്നാലും വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കലെന്നൊന്ന് കമൻ്റ് ഇടണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്.